അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ് ഇന്നത്തെ ഈ ആവശ്യത്തിനും നമ്മളൊരു പ്രാർത്ഥന കർത്താവ് നമുക്ക് തരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ ആ കാര്യം പറഞ്ഞില്ലല്ലോ, എൻ്റെ ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്നൊന്നും പറയരുത്. കാര്യം ഒരു പ്രാർത്ഥന ദൈവം തരുമ്പോൾ ഇന്നത്തെ മുഴുവനും ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ, 1,50,000 പേര് ഇപ്പോൾ ഈ പ്രാർത്ഥന കൂടുന്നുണ്ട്. നിങ്ങളത് ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ ഷെയർ ചെയ്ത ഒത്തിരി പേരാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് കർത്താവിന് ഇത്രയും ജനങ്ങളിലേക്ക് റീച്ചാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പ്രഭാതത്തിൽ എഴുന്നേറ്റതിന് ആദ്യം ചെയ്യേണ്ട ജോലി എന്താണ്? ഇത് സ്റ്റാറ്റസ് ഇടണം, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മളെ കർത്താവിൻ്റെ അനുഗ്രഹത്തെ ബ്ലെസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. കർത്താവെ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അമ്മേ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസ്ഥാനത്താരെ നടന്ന 10,000 ആരാധനശക്തിയാൽ അങ്ങയുടെ അവകാശം ഓഹരിയാവുന്ന മക്കളെ ഈ നിമിഷം പകരം ഞാൻ ഈ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ. അടിപ്പണ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ വഴികളെ, നിങ്ങളുടെ കരങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ, നിങ്ങളുടെ കരളിനെ നിനക്ക് നല്ല ഉറപ്പ് നൽകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ ഉദ്യമങ്ങൾ, ഇന്നത്തെ ചിന്തകൾ, ഇന്നത്തെ യാത്രകൾ, ഇന്നത്തെ ആലോചനകൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ യാത്രകൾ, നിങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ കൈയൊപ്പിടുന്ന കടലാസുകൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എന്ത് വിഷയമാണ് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ആ വിഷയത്തിന് മേലെല്ലാം ആരുടെ സഹായം നിങ്ങൾക്ക് വേണ്ടത്? എല്ലാത്തിനേക്കാൾ വലിയ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സഹായമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, കൊന്തെടുത്ത് പോക്കലിട്ടുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പേഴ്സിൽ വെച്ചുകൊണ്ട് തന്നെ നീ പോകണം. നീ പോകുന്ന സ്ഥലത്ത് 10 മനുഷ്യർ നിന്നെ കൊന്തയിരിക്കണ കണ്ടാൽ അത്രയും സംഭവമാണ്. എന്താ കാര്യം? നീ ദൈവത്തെ പരസ്യമായി ഏറ്റുപറഞ്ഞിരിക്കുന്നു. നീ ഏറ്റുപറഞ്ഞാൽ എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും നിങ്ങൾ ഏറ്റുപറയുന്നു പറഞ്ഞ കർത്താവ് നിങ്ങൾ പോകുന്നിടത്തെല്ലാം അതേത് വിശ്വാസം ഇല്ലാത്തടത്ത് പോയി നീ പറഞ്ഞു ചെന്നാലും കർത്താവ് അവിടെ വെച്ച് നിന്നെ ഏറ്റുപറഞ്ഞിരിക്കും. അപ്പോൾ ദൈവം ഏറ്റുപറഞ്ഞാൽ പിന്നെ വേറെ ആരേറ്റുപറഞ്ഞില്ലെങ്കിലും നമുക്കൊരു ചുക്ക് സംഭവിക്കത്തില്ല. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, സന്തോഷമായിരിക്കുക, ആവേശഭരിതരായിരിക്കുക, കർത്താവിൻ്റെ ആത്മാവിന് അഭിഷിക്തരാകുക. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ വീട്, നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ വസ്തുക്കൾ, ഇടപെടുന്ന സാഹചര്യങ്ങൾ, ഇടപെടുന്ന വ്യക്തികൾ, ഇടപെടുന്ന കാര്യങ്ങൾ എല്ലാം ഇന്ന് രാത്രി തിരികെ എത്തണവരെ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നവരെ, നിങ്ങളുടെ ഉറക്കം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ മക്കൾ ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹെബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനേ ഇത് നേരത്തെ നിങ്ങളോട് പറഞ്ഞ് കാണും, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര കൊതിയാണ് ഇത് പറയാൻ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയത്, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആവേശമാണ്. എന്താ വെച്ചാൽ നമ്മൾ ചില തൂക്കുമരത്തിൽ ചില മക്കൾ പോകത്തില്ലേ, മക്കളെ കയ്യിരിപ്പ് കൊണ്ടേ ചിലപ്പോൾ തൂക്കിക്കൊല്ലുമല്ല രാജ്യം. അപ്പോൾ തൂക്കിക്കൊല്ലണ ദിവസം അവരുടെ അമ്മമാരുടെ ആ മക്കളുടെ അമ്മമാരുടെ അടുത്ത് വന്ന് പത്രക്കാരല്ലെങ്കിൽ ടി വിക്കാർ ചോദിക്കും, നിങ്ങളുടെ മകനാണല്ലേ, സങ്കടമാണല്ലേ, എന്ത് തോന്നണം ഇപ്പം അവരെക്കുറിച്ചെന്ന് പറയുമ്പോൾ ചില അമ്മമാരെന്താ പറയുന്നറിയാവോ, അവരെൻ്റെ വയറ്റിൽ ജനിക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കുറേ കേസുകൾ ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അമ്മമാർ പറയണേ, അവരെൻ്റെ വയറ്റിൽ ജനിക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നെന്ന്. അത് ശരിയായിരിക്കും. ചിലപ്പോൾ 5 പേരെയും 10 പേരെയും നിഷ്കളങ്കായ കുഞ്ഞുങ്ങളെ കൊന്നിട്ടുള്ള ആൾക്കാരില്ലേ, അത്രയും ക്രൂരന്മാരെ ഞാൻ ജനിപ്പിച്ചില്ല എന്ന് ഓർക്കുമ്പോഴേ. പക്ഷെ ഞാനൊക്കെ ഓർക്കും പറയുവേ, അമ്മമാരൊക്കെ അങ്ങനെ പറയുമായിരിക്കും, പക്ഷേ നിൻ്റെ ദൈവം അങ്ങനെ ഒരിക്കലും പറയത്തില്ല നിന്നെക്കുറിച്ച്. നീ എത്ര മോശപ്പെട്ട ജീവിതമായി പോയാലും അകപ്പെട്ടു പോയാലും പറയത്തില്ല, ഞാൻ നിന്നെ ജനിപ്പിച്ചില്ലെന്ന് പറയത്തില്ല. അതാണ് പറയണത്. ഐ വിൽ നോട്ട് ഡിസോൺ യു. എന്ത് അവസ്ഥയിലാണ് നീ കിടക്കുന്നത്, എന്ത് പാപാവസ്ഥയിലാണെങ്കിലും എൻ്റെ ദൈവവേദനെ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന്. ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. നീ എൻ്റെതല്ലെന്ന് ഞാൻ പറയത്തില്ലെന്ന്, എൻ്റെതാണെന്നേ പറയത്തുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ ദൈവത്തിൻ്റെ അല്ലെന്ന് നമ്മൾ 1000 പ്രാവശ്യം പറഞ്ഞാലും ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെതാണ്. അതാണ് കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നമ്മൾക്ക്. നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, അല്ല നമ്മൾ ദൈവമക്കളാണ് താനുമെന്ന്. അപ്പോൾ ദൈവമക്കളുടെ ഒരു പ്രതിച്ഛായ ഏതെങ്കിലും കാരണവശാലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കളെ, ഇത് ആരെല്ലാം നിങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ യുക്തിവാദികൾ നിങ്ങൾ വഴിപഴിപ്പിക്കും, ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകത്തിക്കളയും. എന്നാലും ദൈവം അറ്റ് എനി കോസ് ആരെല്ലാം വഴി നിങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പോയി നിരീശ്വരവാദത്തിൽ ചാടിക്കാണും. പക്ഷെ എന്നാലും പറയും, ഐ വിൽ നോട്ട് ഡിസോൺ യു. നീ എന്നെ ചിലപ്പോൾ ഉപേക്ഷിച്ച് കാണും, പാർട്ടിക്കാരെ കണ്ടപ്പോഴും യുക്തിവാദികളെ കണ്ടപ്പോഴും ഒക്കെ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് പറക്കല്ലോ ചില ആൾക്കാർ. പക്ഷെ എന്നാലും ഐ വിൽ നോട്ട് ഡിസോൺ യു. ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കത്തില്ലെന്ന്, തള്ളി പറയത്തില്ലെന്ന്. അപ്പം ആ ഒരു ദൈവത്തിലേക്ക് എന്നെ കേൾക്കുന്നവർ എന്തവസ്ഥയിലായാലും എത്രയും വേഗം ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാൻ ഇടയാക്കണം. എന്നെപ്പോലുള്ളവർ ജീവിത ജന്മം മുഴുവനും ഇതിനു വേണ്ടി സമർപ്പിക്കാൻ അങ്ങ് എന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അങ്ങയുടെ സ്നേഹം എല്ലാ മക്കളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കാനും വേണ്ടിയാണെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥന കേട്ടിട്ട് അനേകം മക്കൾ ഇന്നു മുതൽ ദൈവത്തിനെ സ്നേഹിക്കാൻ തുടങ്ങാനും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാനും ഇടയാക്കണമേ. കർത്താവെ, പല നിരാശകളുണ്ട്. ദൈവം അത് തന്നില്ല, ഇത് തന്നില്ല, എനിക്ക് പക്ഷേ ദൈവം പ്രാർത്ഥിക്കാതെ കൊടുത്തു. അതുകൊണ്ട് പ്രാർത്ഥിക്കാതെയും ആത്മീയമായ ശൈത്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. അവരെവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടണം. അവരെല്ലാം ഉണർവ് പ്രാപിക്കണം. അവരെല്ലാം ഊർജ്ജസ്വലരായിട്ട് കർത്താവിൻ്റെ ചൈതന്യത്തിലേക്ക് സുവിശേഷ സാക്ഷ്യത്തിലേക്ക് തിരിച്ചു വരാൻ ഇടയാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തോണ്ടൽ കിട്ടിയ ആളാണെങ്കിൽ, അഭിഷേകം കിട്ടിയ ആളാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും. എന്താണ്? ഞങ്ങൾ എന്താണ്? റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു. കണ്ടില്ലേ, ദൈവവചനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചത്? ഒരു സംഭവം നടന്നു. എന്ത് ചെയ്തിട്ട്? ഹൃദയം
നുറുങ്ങി, അത് പൊടിച്ചുപോയി. പഴയ ഹൃദയമില്ലേ, അത് പൊടിയണം. വചനം കേൾക്കുമ്പോഴേ ഉണ്ടാകുമ്പോൾ ഇനി ഞാൻ പഴയതുപോലെ ജീവിക്കത്തില്ല, എൻ്റെ പഴയ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് വചനം കേട്ട് പൊടിഞ്ഞു പോകണം, വിശുദ്ധീകരിക്കണം. അതാണ് ഹൃദയം നുറുങ്ങിയെന്ന്, ഇത് പൊടിഞ്ഞു. നിങ്ങൾ പൊടിയാതെ കല്ലുപോലെ ഇരുന്ന് വചനം കേട്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് ആദ്യമേ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവസകം നിറഞ്ഞിട്ട് പഴയ ഹൃദയം പൊടിഞ്ഞു പോകണം. അത് റീഡിറ്റ് അഗൈൻ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. എല്ലാരും പറഞ്ഞ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. പത്രോസിനോടും മറ്റപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് കവനന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. വചനം കേട്ടാൽ അടുത്ത നടപടി കവനന്റാണ്. ഒരിക്കൽ നിങ്ങൾ ദൈവവചനം കേട്ടാൽ എൻ്റെ അടുത്ത നടപടി എന്താണ്? കയ്യൊപ്പ് പ്രാർത്ഥന അല്ല, അടുത്ത നടപടി കവനൻ്റാണ്. എന്താണ്? ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും അപ്പോസ്തലന്മാരോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് എന്താ പറയണത്? പത്രോസ് പറഞ്ഞ എന്താണ്? 2:30 വായിച്ചേ. പശ്ചാത്തപിക്കുവിൻ. പറഞ്ഞ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഭയങ്കര സുന്ദരമായ ഒരു വെളിപാടാണ്. എന്താണ്? വചനങ്ങൾ കേട്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം പൊടിഞ്ഞു. പഴയ ഹൃദയം ഉണ്ടായിരുന്നു. ഏഷണി, പഴക, പരദൂഷണം, വിദ്വേഷം, മത്സരം, അഹങ്കാരം ഉണ്ടായിരുന്ന ഹൃദയം പൊടിഞ്ഞിട്ട് എന്ത് ചെയ്താണ്? ജനങ്ങളെ ചോദിച്ചു, ഞങ്ങൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വചന നടപടി. അത് നമ്മുടെ ഉടമ്പടി അതല്ലേ? എന്താണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതെന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? നിങ്ങൾ ബൈബിൾ 100 പ്രാവശ്യം എഴുതിക്കുമെന്നാണ് പറയണത്. അല്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ അവരെന്താ പറയണത്? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കണം. അതാണ് വിഷയം. ഇപ്പോൾ ഒരാഴ്ച ഒരു 10-20 ഡൈവേഴ്സ് കേസ് ഉണ്ടാവും. എന്നിട്ട് ഇപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഉടമ്പടി വെച്ചിരിക്കുന്നവരുണ്ട്. ചിലർ ഡൈവേഴ്സുകാർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കൊച്ചിനെ കിട്ടണമെന്നും പറഞ്ഞാണ്. കൊച്ചിനെ അയാൾ അടിച്ചുകൊണ്ട് പോയി, കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ. ചിലർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡൈവേഴ്സ് കേസുകാർ എന്താ ചെയ്തിരിക്കണം? ചിലർ പറഞ്ഞിട്ട് കൊച്ചിനെ കിട്ടണം. ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്? കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണം. ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്? ചെലവിന് കിട്ടണം. ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇതുപോലെ ഓരോ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ മാത്രം ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ മാത്രം. ഇതിനകത്ത് ഏതാണ് ദൈവഹിതം? ഇപ്പം ഞാൻ അവളോട് ചോദിക്കും, അല്ലെങ്കിൽ അവനോട് ചോദിക്കും, നീ കൊണ്ടുപോയാക്കിയതാണ്, അവളെ ഉപദ്രവിച്ച് വിട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പമ്മും. ഇവന് ഡൈവേഴ്സ് കിട്ടിയിട്ട് വേറെ കെട്ടണം, അതിനുവേണ്ടി ഉടമ്പടി എടുത്തിരിക്കണം പന്നി. ഇതാണ് പ്രശ്നം. എത്രയും വേഗം ഡൈവേഴ്സ് കിട്ടിയിട്ട് മാതാവ് ഡൈവേഴ്സ് കൊടുക്കണം. പണിയല്ലേ മാതാവിന് പുതിയ പണി. മാതാവിന് പണി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താ കാര്യം? ഡൈവേഴ്സ് ആക്കിയിട്ട് വേറെ പെണ്ണെ കെട്ടണം. അടിപൊളി. ഇത് തന്നെ പെണ്ണും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൊരു പൊട്ടിച്ചിലിൻ്റെ ആവശ്യം ഉണ്ടാവും. എന്താ കാര്യം? ദൈവം ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ്. ഇതിനകത്ത് പശ്ചാത്താപം എന്നൊരു കണ്ടൻ്റ് ഉണ്ട്. അത് ഉടമ്പടിയല്ല, എന്ത് സംഭവമായാലും സത്യദൈവത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണം മസ്റ്റാണ്. മന്ത്രവും തന്ത്രവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു വിശുദ്ധീകരണം വേണ്ട. നമുക്ക് വേണമെങ്കിൽ ആഭിചാരം ചെയ്ത് ആരെയും കൊല്ലുകയും ചെയ്യാം. പക്ഷേ
സത്യദൈവം, നിത്യജീവൻ എന്നുള്ള ഫോർമാറ്റിൽ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പശ്ചാത്താപം മസ്റ്റായിട്ട് വരും. ഈ പശ്ചാത്താപം എന്താ വരണത്? അപ്പം നിങ്ങൾ ആദ്യം ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വാളും പരിചയം കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് വെക്കണം. നിങ്ങൾ വീട്ടിലെ വാളും പരിചയം അംഗമല്ലായിരുന്നോ? അല്ലേ? ആദ്യം ഇത് വാളും പരിചയം കൊണ്ടുവന്ന് വെക്കണം. ഇപ്പം നിങ്ങൾ വാളും പരിചയം കൊണ്ട് അവൾ നല്ല വെട്ടിയപ്പോഴാണല്ലോ ഇപ്പോൾ വക്കീലിൻ്റെ അടുത്ത് കൊടുത്തിരിക്കണത്. നിങ്ങളുടെ വാളും പരിചയമൊക്കെ വക്കീൽ വെട്ടിക്കൊള്ളാൻ പറയും. എന്നിട്ട് ജഡ്ജി തീരുമാനിക്കണം ആര് ജയിച്ചെന്ന് പറയും. നിങ്ങൾ വിചാരിച്ച കോടതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെല്ലണത് തന്നെ നിങ്ങൾക്ക് നാണക്കേടാണെന്ന്. എന്താ കാര്യം? നിങ്ങൾ ജയിച്ചാൽ ഓന്തോടിയാൽ വെയിലി വരെ, ചെമ്മീൻ ചാടിയാൽ ചട്ടി വരെ. അത്രേ ഉള്ളൂ. നിങ്ങൾ ജയിച്ച എത്ര കൊല്ലത്തേക്ക് ജയിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഈ ജീവിതത്തെ മാത്രം ജയിക്കാൻ പറ്റും. മേ ബി ഒരു 40 കൊല്ലമാണ് മാക്സിമം. അത് കഴിയുമ്പോൾ കൊമ്പും കോലുമൊക്കെ മുക്കിന്നും വായിന്നൊക്കെ കൊമ്പും കോലും ഇട്ടിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അതിപ്പോൾ ഞാനായാലും നീയായാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി നീ ദൈവത്തെ ഉടനെ തള്ളിപ്പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ തള്ളിപ്പറയുകയാണ്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടും. നേരെ മറിച്ച് സംഭവിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ നീ ഒരു തുറന്ന മനോഭാവം ആദ്യം, ദൈവമേ എവിടെയാണ് തെറ്റെന്നറിയത്തില്ല. നമുക്കറിയാം ഞാൻ എവിടെയാണ് തെറ്റെന്നറിയത്തില്ല. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ 2 മക്കളേ ഉള്ളൂ. പണ്ട് 10 മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തട്ടിമുട്ടിയാലും ആരും മൈൻഡ് ചെയ്യത്തില്ല, തനത് എഴുന്നേറ്റ് പോകും. ഇപ്പം പിള്ളേർ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് കാറും. നിലവിളിച്ചില്ലെങ്കിൽ അവരവിടുത്തെ എടുത്ത് അവിടെ കിടന്ന് 1 വയസ്സുകാരനെ കൊച്ചാനും ശരി അവിടെ കിടന്ന് വേണമെങ്കിൽ കിട്ടിയ സാധനം എടുത്ത് നമുക്ക് എറിയും. കാര്യം പണ്ട് 10-12 പിള്ളേരുണ്ടായപ്പോൾ നമുക്ക് പ്രശ്നമില്ല. വീണ് എഴുന്നേറ്റ് പോകും. ആര് മൈൻഡ് ചെയ്യാനാണ്? ഇപ്പം മൈൻഡ് ചെയ്യാൻ ആളുള്ള കാരണം കുഞ്ഞുനാൾ മുതലേ ഭയങ്കര പൊസസീവാണ് ആൾക്കാർ. ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവൻ, അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കുറ്റങ്ങളാണ് ആദ്യം എഴുന്നള്ളിക്കണത്. അപ്പോൾ അതോടുകൂടി വീട്ടുകാരെന്ത് ചെയ്യും? വീട്ടുകാർ എന്നാൽ നീ ഇങ്ങോട്ട് പോരാൻ പറയും, അമ്മ പറയും. അപ്പോൾ ആ തള്ള എന്നോട് അങ്ങനെ കാണിച്ചു, അവിടെ പോന്നൊക്കെ കൊടുത്തിട്ട് പോരാൻ പറയും. ഇയാളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതാ പ്രശ്നം. ആ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന് ആദ്യം എവിടുന്നാണ് തുടങ്ങിയത്? എങ്ങനെയാണ് നിങ്ങൾ അധപ്പതിക്കാൻ കാരണം? ഇപ്പം അമ്മയെ സംബന്ധിച്ചത് ഇപ്പോൾ ക്ലിൻ്റൺ അച്ഛൻ രാവിലെ പറഞ്ഞ എക്സാമ്പിൾ കണ്ടില്ലേ? അതായത് അവർ വർഷങ്ങൾ പിരിഞ്ഞിരുന്ന ആൾക്കാർ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ 2 പേരെയും കൂട്ടി യോജിപ്പിച്ച് കുഞ്ഞിനെയും കൊടുത്ത് പരമസന്തോഷമായിട്ട് അവർ ജീവിക്കുകയാണ്. അപ്പോഴേ അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ജീവിതം, നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ജീവിതം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിനക്കത് വേണ്ട. നിൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്. രഹസ്യമായ കുഴപ്പമാകാം, ചെറുത് പരസ്യമായ കുഴപ്പമാകാം. അതുകൊണ്ട് പുതിയ ഒരു ഉരുപ്പടിനെ കിട്ടിയാൽ കൊള്ളാവുന്നതിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ട ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അതൊക്കെ ദൈവത്തിന് അറിയാമല്ലോ. നിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ വേറെ ആയിരിക്കുമെന്ന് അറിയാമല്ലോ. അത് വളരെ മനുഷ്യൻ്റെ പുറത്ത് പറയാൻ കൊള്ളാത്ത ഉദ്ദേശമായിരിക്കും നിൻ്റെ മനസ്സിലുള്ളതെന്ന് ദൈവത്തിന് അറിയാം. ഇത് വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത്, കർത്താവേ എൻ്റെ ഹൃദയ വിചാരങ്ങൾ നിനക്കറിയാം. ഹൃദയ വിചാരം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു കോടതിയിലും ഹൃദയ വിചാരണ ചെയ്യപ്പെടത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ തിരുസ്ഥിതി. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയാണ് പ്രശ്നം വരാൻ പോണത്. നിങ്ങളിപ്പോൾ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങളിപ്പോൾ 5 സെൻറ്റ് സ്ഥലം മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? 5 സെൻറ്റ് സ്ഥലം മേടിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്താണ്? അച്ഛൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണിത്. എന്താണ് നിങ്ങൾ ചോദിക്കണം? മൂത്ത മകനെയും മക്കളെയും അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല.
നിങ്ങൾ ഉദ്ദേശിച്ച ആ സ്ഥലം മേടിച്ചില്ലെങ്കിൽ അവിടെ കൂടി വീടിൻ്റെ പുറകിലുള്ള ആൾക്കാർ റോഡിടുക മാത്രമല്ല വീട്ടിലുള്ളവൻ കയറി അവിടെ നമ്മളെക്കാൾ വലിയ വീട് വെച്ച് അവിടെ താമസിക്കുക നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാണ് ഹൃദയ വിചാരം എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ എല്ലാത്തിനും രഹസ്യ അജണ്ടകളുണ്ട്. രഹസ്യ അജണ്ടകളുമായിട്ടൊരു സംഭവം ഇട്ടാൽ ഉപ്പിരിക്കണ കുടം ഉടയണ പോലെ നീ ഉടയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധിയോടെ നിർവഹിക്കുവാൻ വിശുദ്ധമായ മനസ്സാക്ഷിയാൽ എന്നെ സ്നാനപ്പെടുത്തണമേ. ഹല്ലേലൂയ.